വെൽക്കം ടു റോസ്നാസ് സിമ്പിൾ ലൈഫ്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കഴിയുന്നതും പുറത്തുനിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു യാത്ര പോയപ്പം പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ പുതിയ തലമുറയ്ക്കൊന്നും പൊതിച്ചോറിൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ട്, പിന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, പിന്നെ അതിലേക്ക് കുറച്ച് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വാഴയില നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതിൻ്റെ കൂടെ സാമ്പാറും അച്ചാറും ഉണ്ട്. സാമ്പാർ ഞാൻ വേറൊരു ബോട്ടിലിൽ എടുത്തിട്ടുണ്ട്, അച്ചാർ ഇതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ വാട്ടി ഇനി നമ്മളൊരു പേപ്പറിൽ, ഒരു ന്യൂസ് പേപ്പർ 2 ലെയറായി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വാഴയില വെച്ചു. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചോറ് വെച്ചു. പിന്നെ കറികൾ ഓരോന്ന് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങ ഫ്രൈ, ക്യാബേജ് തോരൻ, ചമ്മന്തി, നമുക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അച്ചാർ വയ്ക്കാം. പിന്നെ നമ്മുടെ ഓംലെറ്റ് അതിൻ്റെ ഏറ്റവും മുകളിലായി വെച്ചിട്ട് നമുക്കിത് മടക്കി കൊടുക്കാം. അപ്പോൾ ഇലയും പേപ്പറും കൂടി ഒരുമിച്ച് മടക്കുമ്പോൾ അതാണ് നമുക്ക് കുറച്ചുകൂടി മടക്കാൻ എളുപ്പം. അപ്പോൾ പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് പഴയ തലമുറയ്ക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അതിൻ്റെ ആ രുചി ഇപ്പോഴും നാവിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ടേസ്റ്റുകളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ വാഴയിലയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് വളരെ ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണല്ലോ. അപ്പോൾ ഞങ്ങൾ 4 പാക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ വേറൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയുടെ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല, അത് അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.